അവയവദാനം മഹാദാനം എന്നാണ്. ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എല്ലാം അവസാനിച്ചു എന്നിടത്തുനിന്ന് വീണ്ടും തുടങ്ങാനൊക്കെയാണ് അവയവദാനം അത്രയേറെ പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാവരും. പക്ഷേ ആ തട്ടിപ്പിൽ വലിയ കാര്യമായി തന്നെ അത് തട്ടിപ്പിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥിതി. ആ തട്ടിപ്പിൽ പിടിമുറുക്കുകയാണ് പോലീസ്. സംസ്ഥാന വ്യാപകമായി പോലീസ് നടപടി. അവയവദാനത്തിൽ ഏജന്റുമാർ വലിയ ചൂഷണം നടത്തുന്നതായാണ് കണ്ടെത്തൽ. ദാതാക്കൾക്ക് 10 ലക്ഷം രൂപയിൽ താഴെ കിട്ടുന്നു എന്നൊക്കെയാണ് വിവരം വരുന്നത്. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ബിനിൽ, ഒന്ന് പണത്തിന് അവയവദാനം പാടില്ല എന്ന് തന്നെയാണല്ലോ. ഏതൊക്കെ രീതിയിലാണ് ഈ ഏജന്റുമാർ ഇപ്പോൾ പിടിമുറുക്കുന്നത്? ഈ പലപ്പോഴും നമുക്ക് ആശങ്കയാണ്, ഒരു സിനിമ വന്നാൽ പോലും ഇതിനെ പിറകോട്ടടിക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ തട്ടിപ്പ് ഒരു വശത്ത് നടക്കുന്നത്. എങ്ങനെയാണ് പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടുന്നത്? ശ്രീജ, ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട ഒരു വലിയ റാക്കറ്റ് എക്കാലവും നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള ഒരു വലിയ റാക്കറ്റിനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനി എന്നത് കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് നജീബാണ്. എറണാകുളത്താണ് അദ്ദേഹം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളാണ് മുഖ്യ ഏജന്റ് ആയിട്ടുള്ളത്. ഇയാൾക്ക് കീഴിൽ നിരവധി പേർ പ്രവർത്തിക്കുന്നു. ഇവർ വ്യാജരേഖകൾ ഉണ്ടാക്കി അവയവദാനങ്ങൾ നടത്തുന്നു എന്നതാണ് പോലീസ് കണ്ടെത്തിയത്. രഹസ്യാന്വേഷണ വിഭാഗം, അതായത് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗത്തിന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 5 പോലീസ് ജില്ലകളിൽ ഇന്നലെ രാത്രി മുതൽ വ്യാപകമായ പരിശോധന നടത്തിയിരിക്കുന്നത്. ഇതിൽ നിരവധി പേരെ ഇപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അറസ്റ്റിലേക്ക് പോകുന്നുണ്ട്. ഇതിൽ 3 കേസുകൾ എടുത്തിരിക്കുന്നത് എറണാകുളം റൂറലിലാണ്. വടക്കേക്കരയിൽ 1 കേസ്, കുന്നത്തുനാട്ടിൽ 2 കേസ്, അതോടൊപ്പം തന്നെ കൊല്ലം കിളിനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 1 കേസ്, എറണാകുളം കൊച്ചി സിറ്റിയിൽ അമ്പലമേടിൽ 1 കേസ്. ഇങ്ങനെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതിൽ പോലീസിന് മനസ്സിലായിരിക്കുന്നത് ഈ അവയവദാനത്തിനുള്ള നിയമങ്ങളെല്ലാം വലിയ കർക്കശമായ ശക്തമായ നിയമങ്ങളാണ്. അതായത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണങ്ങൾ ഒഴിവാക്കുക എന്നതുകൊണ്ട് ആ സതുദ്ദേശത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിയമമാണ്. പക്ഷേ അതിനെ പല തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ദാതാക്കൾക്ക്, ഈ അവയവം നൽകുന്ന ആളുകൾക്ക് വളരെ ചെറിയ തുക മാത്രമാണ് കിട്ടുന്നത്. 10 ലക്ഷത്തിൽ താഴെ രൂപ കിട്ടുന്നു. പക്ഷേ പലപ്പോഴും ഈ കിഡ്നി റാക്കറ്റുകളൊക്കെ 30-35 ലക്ഷം രൂപയാണ് ഇതിന്റെ ഏജന്റുമാർ ഈ അവയവം സ്വീകരിക്കുന്നവരിൽ നിന്ന് വാങ്ങുന്നതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രേഖകൾ വ്യാജമായി ഉണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രക്തബന്ധുക്കൾ ദാനം ചെയ്യുന്നെങ്കിൽ മറ്റ് പ്രശ്നങ്ങളില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് വ്യാജരേഖകൾ ഉണ്ടാക്കുന്നത്. ഈ വ്യാജരേഖ ഉണ്ടാക്കി നൽകുന്നവരെയും ഏജന്റുമാരെയുമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ഈ മുഹമ്മദ് നജീബിന്റെ സംഘത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ അടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയോടുകൂടി ഇതിന്റെ ഒരു പൂർണ്ണ രൂപം വരും. എന്തായാലും സംസ്ഥാന വ്യാപകമായി വലിയ അവയവദാന റാക്കറ്റ് പ്രവർത്തിക്കുന്നു. അവർ വ്യാജരേഖകൾ ഉണ്ടാക്കുന്നു, ലക്ഷക്കണക്കിന് രൂപ ഇതിൽ തട്ടിയെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. അതായത് ഒരു വൃക്ക തകരാറിലായി ജീവൻ അപകടത്തിലായിരിക്കുന്ന ഒരാൾ, അവർക്ക് എങ്ങനെയെങ്കിലും അവയവം കിട്ടുക എന്നതാണ്. അതിനുവേണ്ടി സ്വാഭാവികമായും അവർ ഏത് തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും തയ്യാറാകും. കാര്യം ജീവൻ രക്ഷിക്കുക എന്നതാണ്. അത്തരം സാഹചര്യങ്ങളെ ഇവർ ദുരുപയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.